സോ ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ മൂന്നാമത്തെ സെഷനിലാണ്, ഓറിയന്റേഷന്റെ മൂന്നാമത്തെ സെഷനിലാണ് നിൽക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു സെഷനാണ് ഇന്നത്തേത്. ദാറ്റ് ഈസ് സിലബസ് ഡീകോഡിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ഇയറിന്റെ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ഫാത്തിമ മാം ഉണ്ട്. അപ്പൊ ഞാൻ ഫാത്തിമ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം. യെസ്, കേൾക്കാം ഞാൻ പറയുന്നത്? കേൾക്കാം ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സീറ മാം. സോ നമ്മൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് ലേൺ വൈസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടുള്ള സിലബസ് ഡീകോഡിംഗ് സെഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ കൂടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ സുനീറ മാം, അക്ഷര മാം, ഹന മാം, അതേപോലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ രാഗി മാം, ഇത്രയും പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതേപോലെ തന്നെ എല്ലാ ലേണേഴ്സിനെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഓക്കെ, സോ സിലബസ് ഡീകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ MSWയിലെ ഫസ്റ്റ് ഇയറിലെ സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, അതേപോലെ നിങ്ങളുടെ ഫീൽഡ് വർക്ക് എങ്ങനെയാണ് വരുന്നത്, എത്ര ഫീൽഡ് വർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ദെൻ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ എക്സാമിനേഷൻസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. കാണാം അല്ലേ? ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ MSWന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് എന്നുള്ളതാണ്. സോ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് ഇഗ്നോയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ആണ്. ആൻഡ് ഇതിൽ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഓരോ സബ്ജക്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കോഴ്സ് എടുക്കുമ്പോൾ അതിന് ഇത്ര ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതായത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 30 hours ഓഫ് സ്റ്റഡി ആണ്. ഇപ്പം ഒരു സബ്ജക്റ്റിന് ഒരു ക്രെഡിറ്റ് ആണ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 30 മണിക്കൂർ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റിന്റെ 2 ക്രെഡിറ്റ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ആ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 hours എടുക്കണം എന്നുള്ളതാണ്. സോ അതാണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനിയും നിങ്ങളുടെ കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട് എടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിനെ എഗെയിൻ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബ്ലോക്സിനെ പിന്നീട് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകുന്ന സ്ലൈഡ്സ് കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ 2 years ഓഫ് ഡ്യൂറേഷൻ ആണ്. ആൻഡ് നിങ്ങൾക്ക് അത് 5 years വരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കുറച്ച് ബേസിക്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഓവറോൾ എത്ര സബ്ജക്ട് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾക്ക് 10 സബ്ജക്റ്റ് ആണ് വരുന്നത്. അതിൽ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് 7 സബ്ജക്റ്റുകളും ഇലക്റ്റീവ് ആയിട്ട് പഠിക്കേണ്ടത് 3 സബ്ജക്റ്റുകളുമാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ 4 പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. ഇനി ഓരോ കോഴ്സുകളുടെയും ക്രെഡിറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കമ്പൽസറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 4 points ആണ് വരുന്നത്. ഇനി ഇലക്റ്റീവ് എടുക്കുമ്പോഴും ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. പ്രാക്ടിക്കൽ വരുമ്പോഴത്തേക്കും ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 8 points ആണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഇയറിലെ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 3 കമ്പൽസറി സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഇലക്റ്റീവ് പേപ്പേഴ്സും വരുന്നുണ്ട്. അങ്ങനെ 3ഉം 2ഉം 5 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനിയും പ്രാക്ടിക്കലിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ 2 പ്രാക്ടിക്കൽസും നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ മൊത്തത്തിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ 7 പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾ കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് എത്ര സബ്ജക്ട്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ MSWന്റെ ഫസ്റ്റ് ഇയർ കോർ പേപ്പേഴ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ MSW 001 ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് 4 ക്രെഡിറ്റ് വരുന്നുണ്ട്. ദെൻ MSW 002 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ്, അതും 4 ക്രെഡിറ്റ് ആണ്. ദെൻ MSW 005 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ 4 ക്രെഡിറ്റ്. അപ്പം ഇത്രയും പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോർ പേപ്പേഴ്സ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഇലക്റ്റീവ് പേപ്പേഴ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇഗ്നോ നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് തരുന്നുണ്ട്. അതിൽ നിങ്ങൾ 2 ചൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 2 പേപ്പേഴ്സ് ആണ് നമ്മുടെ ലേൺ വൈസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് MSW 003 ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ദെൻ MSW 004 സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്.
ഇനി പിന്നുള്ളത് എന്ന് പറയുമ്പോൾ MSW006 സോഷ്യൽ വർക്ക് റിസർച്ച് വരുന്നുണ്ട്. MSW-E10 സോഷ്യൽ വർക്ക് ഇൻ ആഫ്രിക്കൻ കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട്. ദെൻ MSW032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വരുന്നുണ്ട്. സോ ഔട്ട് ഓഫ് ഈ പറയുന്ന 5 പേപ്പേഴ്സിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് 2 പേപ്പർ ആണ്. ആൻഡ് ഹൈലൈറ്റ് ചെയ്ത് 2 പേപ്പേഴ്സ് ആയിരിക്കും ലേൺ വൈസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള കമ്പൽസറി കോഴ്സിന് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതായത് ഓരോ സബ്ജക്റ്റിന്റെ അണ്ടറിൽ വരുന്ന ബ്ലോക്സ് എത്രയാണ്, യൂണിറ്റ്സ് എത്രയാണ് നമുക്ക് നോക്കാം. സോ ഇത് പറയുന്നതിന് മുന്നേ ഞാനൊരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇഗ്നോകോഷ്യന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ SLM ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു SLM കാണും. അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് റിവൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു SLM കാണും. ഓക്കെ, ആൻഡ് നമ്മുടെ അപ്പം റിവൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പുതുതായിട്ട് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് റിവൈസ്ഡ് എന്ന് പറയുന്നത്. മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് എന്ന് ജസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് എന്ന് കൊടുത്തിട്ടുള്ളത് അതിന് മുന്നേ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പുതിയതെന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് റിവൈസ്ഡ് എന്നുള്ളതാണ്. സോ നിങ്ങൾ ആപ്പിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് റിവൈസ്ഡ് ആണ്. സോ അവിടെ നിങ്ങൾക്ക് MSW001ന്റെ ക്ലാസ്സസിൽ കുറച്ച് വ്യത്യാസം കാണാം. കാരണം ഇപ്പോ നമ്മുടെ ജാനുവരി ബാച്ചിന് അവരുടെ കയ്യിൽ SLM കിട്ടിയപ്പോ അവർക്ക് റിവൈസ്ഡ് ആയിട്ടുള്ള സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെ. അവർക്ക് അതിന് മുന്നേ ഇഗ്നോ പബ്ലിഷ് ചെയ്തിട്ടുള്ള സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആണ് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. കാരണം നിങ്ങൾക്ക് MSW001ന്റെ ഫസ്റ്റ് ബ്ലോക്കും അതേപോലെ തന്നെ യൂണിറ്റ് 8 മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ നിങ്ങളുടെ കയ്യിൽ SLM കിട്ടി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് റിവൈസ്ഡ് ആണോ അതോ ഓൾഡ് ആണോ എന്നുള്ളത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ക്ലാസ്സസും ആപ്പിൽ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ആപ്പിൽ കിടക്കുന്നത് റിവൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഇനിയും വിത്തിൻ 3 to 4 weeks നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, സോ MSW001 ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് റിവൈസ്ഡിൽ കിടക്കുന്ന ബ്ലോക്ക് 1 ആണ് ഞാൻ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതിൽ 5 യൂണിറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഒറിജിനും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ദെൻ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഇന്ത്യയിൽ എങ്ങനെയാണ് അത് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, അതേപോലെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ വാല്യൂസും പ്രിൻസിപ്പിൾസും എത്തിക്സും ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 1 to 5 ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനിയും ബ്ലോക്ക് 2 എടുക്കുമ്പോഴത്തേക്കും സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റിൽ. ദെൻ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് യൂണിറ്റ് നിങ്ങൾ സോഷ്യൽ വർക്കിന്റെ കുറച്ച് പ്രൈമറി മെത്തേഡ്സ് ആയിരിക്കും എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ നേരത്തെ ഞാൻ കാണിച്ച സ്ലൈഡിലെ ആ ഒരു ബ്ലോക്ക് 1 എന്ന് പറയുന്നത് റിവൈസ്ഡ് ആയിട്ടുള്ള SLM ആയിരുന്നു. ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മളുടെ ഓൾഡ് SLM ബ്ലോക്ക് 1ന്റെ കണ്ടന്റ്സ് ആണ്. ഓക്കെ, അപ്പം അതിൽ 5 യൂണിറ്റുകൾ ഫസ്റ്റ് വരുന്നത് ബ്ലോക്ക് 1 ആണ്. ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദ അമേരിക്കാസ്, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ യൂറോപ്പ്, അതേപോലെ ഏഷ്യ പസഫിക് 1, ഏഷ്യ പസഫിക് 2, ആഫ്രിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്ലാസ് യൂണിറ്റുകളാണ് നമ്മളുടെ പഴയ SLM വരുന്നത്. ദെൻ മാറ്റമുള്ളത് യൂണിറ്റ് 8 സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ത്രൂ ഡിസ്റ്റൻസ് ലേണിംഗിലും കുറച്ച് മാറ്റമുണ്ട്. സോ ഈ കണ്ടന്റിന്റെ ക്ലാസ്സസ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ ആപ്പിൽ ഇപ്പൊ അവൈലബിൾ അല്ല, പക്ഷെ വിത്തിൻ ഒരു 3 to 4 weeks നമ്മൾ എന്ത് ചെയ്യും, അവൈലബിൾ ആക്കും. ഓക്കെ, ഇനിയും നമുക്ക് ബ്ലോക്ക് 3 നോക്കാനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കിന്റെ സെക്കൻഡറി മെത്തേഡ്സ് ആണ് ബ്ലോക്ക് 3 വരുന്നത്. ബ്ലോക്ക് 2 നമ്മൾ എന്ത് കണ്ടു, പ്രൈമറി മെത്തേഡ്സ് കണ്ടല്ലേ. സോ ബ്ലോക്ക് 3 വരുമ്പോഴത്തേക്കും സോഷ്യൽ വർക്കിന്റെ സെക്കൻഡറി മെത്തേഡ്സ് ആയിട്ടുള്ള സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, ജനറൽസ് പ്രാക്ടീസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 3 ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന MSW001 എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 3 ബ്ലോക്സ് ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനിയും MSW002 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ 4 ബ്ലോക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ് ആണുള്ളത്. എങ്ങനെയൊക്കെയാണ് സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത്, സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്താണ്, ഓരോരോ ഇൻഡിവിജ്വൽസ് ഓരോരോ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്താണ്, അതേപോലെ പലതരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ചും പലതരത്തിലുള്ള NGOസിനെ കുറിച്ചും ഓർഗനൈസേഷൻസിനെ കുറിച്ചും ആയിരിക്കും നമ്മൾ യൂണിറ്റ് 1 to 4 നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 2 എടുക്കുമ്പോഴത്തേക്കും സോഷ്യൽ വർക്കും പലതരത്തിലുള്ള റിലീജിയനും തമ്മിലുള്ള
സിമിലാരിറ്റീസും ഡിഫറൻസസും അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഫീൽഡിൽ ഓരോ റിലീജിയനും ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ യൂണിറ്റ് 1 to 6 എടുക്കുമ്പോൾ 6 ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹിന്ദുയിസം, ഇസ്ലാം, സിഖിസം, ജൈനിസം, ബുദ്ധിസം, ക്രിസ്ത്യാനിറ്റി. ഇത്രയും 6 റിലീജിയൻ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബ്ലോക്ക് 3യിലേക്ക് വരുമ്പം ഗാന്ധിയൻ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഗാന്ധിയുടെ കോൺസെപ്റ്റിലുള്ള ഐഡിയൽ സൊസൈറ്റി അല്ലെങ്കിൽ ഗാന്ധിയുടെ പെർസെപ്ഷൻ ഉള്ള ഒരു ഐഡിയൽ സൊസൈറ്റി എങ്ങനെയായിരിക്കണം, അത് യൂണിറ്റ് 1 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗാന്ധിയൻ സോഷ്യൽ വർക്ക് എടുക്കുമ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ്, ടെക്നിക്സ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗാന്ധിയൻ സോഷ്യൽ വർക്കിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, ഹിസ്റ്ററിയും ഒറിജിനും ഡെവലപ്മെന്റും എങ്ങനെയായിരുന്നു, ദെൻ പോസ്റ്റ് ഗാന്ധിയൻ പീരീഡിലുള്ള സോഷ്യൽ വർക്ക് എങ്ങനെയായിരുന്നു മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ബ്ലോക്ക് 3യിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബ്ലോക്ക് 4 എടുക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ പ്രൊഫഷണലിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെയും ട്രെയിനിങ്ങിന്റെയും ഗ്രോത്ത് എങ്ങനെയായിരുന്നു, സോഷ്യൽ വർക്ക് ലിറ്ററേച്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വന്നത്, എങ്ങനെയുള്ള സോഷ്യൽ വർക്ക് ലിറ്ററേച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള നാഷണൽ ഡെവലപ്മെന്റ് പ്രോസസ് ലൈക്ക് പോളിസി മേക്കിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ എങ്ങനെയാണ് വരുന്നത്. അതേപോലെ നിങ്ങൾ സോഷ്യൽ വർക്ക് ആസ് എ കരിയർ എടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള സ്കോപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, നിങ്ങളുടെ പ്ലേസ്മെന്റും കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ആയിരിക്കും യൂണിറ്റ് 4ൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് MSW 002 എന്ന് പറയുന്ന സബ്ജക്ട്. ഇനി നമുക്ക് MSW 005ലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടും നിങ്ങളുടെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷനെ കുറിച്ചിട്ടായിരിക്കും. നിങ്ങളുടെ പ്രാക്ടിക്കൽസിനെ കുറിച്ചിട്ടുള്ള ഒരു തിയറി പേപ്പറാണ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിനെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റും മീനിങ്ങും അതേപോലെ എന്തൊക്കെ ഇമ്പോർട്ടൻസും സ്കോപ്പും കാര്യങ്ങളും വരുന്നുണ്ട്, ആൻഡ് ഇതെങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മളുടെ ഈ പറയുന്ന പ്രാക്ടിക്കൽസിന് ഗ്ലോബലി അതേപോലെ നാഷണലി ഉള്ള ഇമ്പോർട്ടൻസും സിനാരിയോസും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ദെൻ ഓപ്പൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ബ്ലോക്ക് 1ൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കും. നമുക്കുള്ള റോൾസും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 1 തൊട്ട് നമ്മൾ 4 വരെ എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ആസ് എ സോഷ്യൽ വർക്ക് നമ്മളൊരു ഏജൻസിയിൽ പ്രാക്ടീസിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് വേണ്ട പ്രിൻസിപ്പിൾസും സ്കിൽസും റോൾസും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 2ൽ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വരാൻ ബ്ലോക്ക് 3 നോക്കാനാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ ആണ്. അതിൽ സോഷ്യൽ വർക്ക് സൂപ്പർവിഷന്റെ പലതരത്തിലുള്ള മോഡ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് സൂപ്പർവിഷനിൽ വരുന്ന എൻവയോൺമെന്റൽ തരത്തിലുള്ള പല ആസ്പെക്ടുകളും അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ടുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സൂപ്പർവിഷന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ ഡിസ്റ്റൻസ് ലേണിംഗിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 3യിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് ബ്ലോക്ക് 4 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ വേരിയസ് സെറ്റിംഗ്സ്. നിങ്ങൾക്ക് ഏതൊക്കെ സെറ്റിംഗ്സിലാണ് ഈ പറയുന്ന സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ സെറ്റിംഗ്സിലാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഓരോരോ സെറ്റിംഗ്സ് പറയുന്നുണ്ട്. അപ്പം യൂണിറ്റ് 1 എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. ദെൻ യൂണിറ്റ് 2 എടുക്കുമ്പോൾ മെഡിക്കൽ, സൈക്യാട്രി ആൻഡ് ചൈൽഡ് കെയർ വരുന്നുണ്ട്. ദെൻ യൂണിറ്റ് 3 എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അവിടെയുള്ള നിങ്ങളുടെ റോളും കാര്യങ്ങളും അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യണം. ദെൻ യൂണിറ്റ് 4 വരുമ്പോൾ കറക്ഷണൽ സർവീസസ് വരുന്നുണ്ട്. ദെൻ യൂണിറ്റ് 5 വരുമ്പോൾ കോർപ്പറേറ്റ് സെക്ടർ, ഡോണർ ഏജൻസീസ് ആൻഡ് എൻജിഒസ്. അപ്പം ഇത്രയും യൂണിറ്റുകളാണ് നിങ്ങൾക്ക് എവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ബ്ലോക്ക് 4ൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ 3 കോർ പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പേഴ്സ്, ഇലക്ടീവ് പേപ്പേഴ്സ് ആയിട്ടുള്ള MSW 003 4ന്റെ ആയിരിക്കും. സോ MSW 003 എന്ന് പറയുന്നത് ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് ആണ്. ആൻഡ് അതിൽ ബ്ലോക്ക് 1 നോക്കാനാണെന്നുണ്ടെങ്കിൽ അതിൽ 5 യൂണിറ്റ് വരുന്നുണ്ട്. കുറച്ച് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും അതേപോലെ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് കോൺസെപ്റ്റ് ഓഫ് സൊസൈറ്റിയിൽ പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 1 നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു അതർ ഡിസിപ്ലിൻ. സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ പല ഡിസിപ്ലിൻസ് ആയിട്ട് അത് എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് പഠിക്കുന്നുണ്ട്. ദെൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിനെ കുറിച്ച് അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ സൊസൈറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള കോമ്പോസിഷൻസ്, ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും. പിന്നെ
നമ്മുടെ സൊസൈറ്റിയിൽ എത്ര സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്, എത്ര സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിൽ ഒരു സൊസൈറ്റിയിൽ വരുന്ന സോഷ്യൽ കൺട്രോളിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ യൂണിറ്റ് 4 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 5 നമ്മൾ സോഷ്യൽ ചേഞ്ചിന്റെ മീനിങ്ങും ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ ഫാക്ടേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് 2 വരുമ്പോൾ കുറച്ച് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോഷ്യൽ വർക്ക് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ സൈക്കാട്രിക് സെറ്റിംഗ്സിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ്. സോ അപ്പൊ നമുക്ക് സൈക്കോളജിക്കൽ നോളജ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ നമുക്ക് യൂണിറ്റ് 1 ഉണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ, ഡിഫൻസ് മെക്കാനിസം ആൻഡ് സ്ട്രെസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 2, യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഫാമിലിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. ഒരാള് ജനിച്ചു കഴിഞ്ഞിട്ടുള്ള അവരുടെ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പലതരത്തിലുള്ള സ്റ്റേജസിലൂടെ ഒരാൾ കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പം അത്തരത്തിലുള്ള ഒരു സ്റ്റേജസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ദെൻ ഫാമിലി ആൻഡ് മാരേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. മാൻ ആൻഡ് വുമനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ദെൻ ഫാമിലി ലൈഫ് സൈക്കിൾ, ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ യൂണിറ്റ് 1 to 5 കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ബ്ലോക്ക് 4 എടുക്കുമ്പോൾ ഇന്ത്യൻ ഫാമിലീസിനെ കുറിച്ച് ഒരു ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ ഫാമിലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ഫാമിലി ആൻഡ് മാരേജ് ഇൻ ദ ചേഞ്ചിങ് സൊസൈറ്റി യൂണിറ്റ് 1 പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലി ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ സോഷ്യൽ വർക്ക് എങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫാമിലി സിസ്റ്റത്തിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് കണ്ടംപററി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് യൂണിറ്റ് 3 നമ്മൾ കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പേരന്റിങ്, അഡോളസൻസ് ആൻഡ് യങ്സ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ യൂണിറ്റ് 4 എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് 4 ബ്ലോക്ക് ആണ് 005 വരുന്നത്. ഇനി 004 എടുക്കുമ്പോൾ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ബ്ലോക്ക് 1 നമ്മൾ പറയുന്നത് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, മൈഗ്രേഷൻ, അതേപോലെ ഒക്കുപേഷണൽ സ്ട്രക്ചർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 1 to 5 ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദെൻ ബ്ലോക്ക് 2 എടുക്കുമ്പോഴത്തേക്കും ഡെവലപ്മെന്റിന്റെ പലതരത്തിലുള്ള കോൺസെപ്റ്റുകളാണ്. സോഷ്യൽ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതുപോലെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ്, ദെൻ ജെൻഡർ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്, പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള കുറച്ച് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂണിറ്റ് 1 to 5 ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് 3 ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ് പെർസ്പെക്റ്റീവ് ആണ്. അതിലും 4 യൂണിറ്റുകളാണ് ഉള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതേപോലെ നമുക്ക് ഉള്ള ഹ്യൂമൻ റൈറ്റ്സ് എന്താണുള്ളത്, അതുപോലെ വെൽഫെയർ എക്കണോമിക്സിനെ കുറിച്ചും ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും, ദെൻ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചുമാണ് നമ്മൾ യൂണിറ്റ് 1 to 4 കവർ ചെയ്യുന്നത്. സോ ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും ഈ പറയുന്ന ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. കുറച്ച് റൈറ്റ്സും ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കുമ്പോൾ ബ്ലോക്ക് 4 അഗെയിൻ സോഷ്യൽ ലെജിസ്ലേഷൻ ആണ്. ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. വുമന് വേണ്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ദെൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ലീഗൽ പ്രൊവിഷനിൽ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിനുള്ള റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ബ്ലോക്സ് ആണ് നമുക്ക് 004 ഉള്ളത്. ഓക്കെ, 4 ബ്ലോക്സ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ തിയറി പേപ്പറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫീൽഡ് വർക്ക് പ്രാക്ടിക്കത്തിനെ കുറിച്ച് പറയാം. സോ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഫീൽഡ് വർക്കിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ മെയിൻലി നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് റിഗാർഡഡ് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ സെഷൻ, ഓഫ്ലൈൻ കൗൺസിലിംഗ് സെഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മീറ്റിംഗ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്റർ ഏതാണോ ആ സ്റ്റഡി സെന്ററുകാർ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ റെഗുലർ ആയിട്ട് മെയിൽ ചെക്ക് ചെയ്യുക. മെയിലിലൂടെ ആയിരിക്കും അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് സ്റ്റഡി സെന്റർ ആണോ ചൂസ് ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ കൗൺസിലിംഗ് സെഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് വെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽസിനെ കുറിച്ചിട്ടും നിങ്ങളുടെ അസൈൻമെന്റ്സ്, എക്സാംസ് ഇതൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അവർ ആ സെഷൻ വെക്കുന്നത്. ഓക്കെ, സോ അതിന് എല്ലാവരും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ നിങ്ങളുടെ ഫീൽഡ് വർക്ക് പ്രാക്ടിക്കൽസ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണും. സോ ആളുടെ ഒരു കോർഡിനേഷനിലായിരിക്കും നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഫീൽഡ് വർക്ക് മെയിൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The coordinator at the study center will provide you with an approved field work supervisor. Okay, study centerൽ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേറ്റർ കാണും, ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ കാണും. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, സെക്കൻഡ് ഇയറിലെ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഫസ്റ്റ് ഇയറിൽ എത്ര ഫീൽഡ് വർക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 2 ഫീൽഡ് വർക്ക് ആണ് വരുന്നത്. സോ
ഫീൽഡ് വർക്ക് ഇൻ ഫസ്റ്റ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺകറന്റ് ഫീൽഡ് വിസിറ്റ് വരുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ. അത് 45 ഡേയ്സ് ഓഫ് വിസിറ്റ് ആണ്. അതായത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏജൻസി ചൂസ് ചെയ്യുക. ഓക്കെ, ആ ഏജൻസിയിൽ നിങ്ങൾ 45 ഡേയ്സ് ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 45 ഡേയ്സ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാം. ആൻഡ് ദെൻ അടുത്ത വീക്കിൽ നിങ്ങൾക്ക് എഗെയിൻ എന്ത് ചെയ്യാം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്യാം. അപ്പൊ അതാണ് കൺകറന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും അതൊരു കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അവിടെ നിങ്ങൾ 45 ഡേയ്സ് മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾ ചെയ്തതിന്റെ പ്രൂഫ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങണം. ഓക്കെ, ഇനി MSW014 എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലോക്ക് പ്ലേസ്മെന്റ് ആണ്. അത് 30 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എന്താണ് പ്ലേസ്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 45 ഡേയ്സ് കൺകറന്റ് ആണ്, കണ്ടിന്യൂസ് അല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ ബ്ലോക്ക് പ്ലേസ്മെന്റിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 1 മന്ത് ഓക്കെ അല്ലെങ്കിൽ 30 ഡേയ്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ അതാണ് ബ്ലോക്ക് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ഫീൽഡ് വർക്ക് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ആൻഡ് ഇത് കൂടാതെ നിങ്ങൾക്ക് 5 ഓറിയന്റേഷൻ വിസിറ്റ് വരുന്നുണ്ട്. 5 ഓറിയന്റേഷൻ വിസിറ്റ് എന്ന് പറയുമ്പോൾ 5 വ്യത്യസ്തമായിട്ടുള്ള സെറ്റിംഗ്സ് ലൈക്ക് ഓർഫനേജ്, ഡി അഡിക്ഷൻ സെന്റർ, അല്ലെങ്കിൽ ഒരു NGO, അല്ലെങ്കിൽ ഒരു സർവീസ് സൊസൈറ്റി, ഇത്തരത്തിലുള്ള 5 ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു 5 സെറ്റിംഗ്സും വിസിറ്റ് ചെയ്യുക. ആൻഡ് അവിടെ പോയിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങളും ചോദിക്കുക അവരോട്. അവർ എങ്ങനെയാണ് അത് തുടങ്ങിയത്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണ്, അവരുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ആൻഡ് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ പറയുന്ന ഇൻഡക്ഷൻ മീറ്റിംഗിന് പോകുമ്പോൾ അവർ പറഞ്ഞു വരും. ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾ റിപ്പോർട്ട് എഴുതുന്നത് ഫീൽഡ് വർക്ക് ജേർണലിലായിരിക്കും. ഇഗ്നോ പ്രൊവൈഡ് ചെയ്തു തരുന്ന ഫീൽഡ് വർക്ക് ജേർണലിലായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് എഴുതുന്നത്. അതിലും എന്തൊക്കെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുമായിരിക്കും. ഓക്കെ, കൊടുക്കുമായിരിക്കും നല്ല കൊടുക്കും. സോ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫീൽഡ് വർക്കിൽ വരുന്നത്. കൺകറന്റ് ഫീൽഡ് വിസിറ്റ് വരുന്നുണ്ട്, ബ്ലോക്ക് പ്ലേസ്മെന്റ് വരുന്നുണ്ട്, 5 ഓറിയന്റേഷൻ വിസിറ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫറൻസുകളാണ്. ഇൻഡിവിജ്വൽ കോൺഫറൻസ് വരുന്നുണ്ട്, അതേപോലെ ഗ്രൂപ്പ് കോൺഫറൻസും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല കൺകറന്റ് ഫീൽഡ് വർക്കും ബ്ലോക്ക് പ്ലേസ്മെന്റും ഒക്കെ ഉണ്ടെന്ന്. സോ നിങ്ങൾ കൺകറന്റ് ഫീൽഡ് വർക്ക് ഇത്ര ഡേയ്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസറിനെ മീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് കാണും, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത് എന്നുള്ളത് നിങ്ങൾ റിപ്പോർട്ട് ആക്കി എഴുതുക. അതാണ് ഇൻഡിവിജ്വൽ കോൺഫറൻസിൽ വരുന്നത്. അത്തരത്തിലുള്ള 5 കോൺഫറൻസ് വരുന്നുണ്ട്. നിങ്ങളും സൂപ്പർവൈസറും മാത്രമായിരിക്കും അവിടെ ഡിസ്കഷൻ നടത്തുന്നത്. ദെൻ കമ്മിങ് ടു ഈ പറയുന്ന ഗ്രൂപ്പ് കോൺഫറൻസ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ആ സ്റ്റഡി സെന്ററിൽ ആരൊക്കെ MSW ചൂസ് ചെയ്തിട്ടുണ്ടോ ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൂടിയിട്ട് അവിടെ ഒരു കോൺഫറൻസ് വെക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസൈറ്റ് കിട്ടി, എന്തൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ എഗെയിൻ ഒരു റിപ്പോർട്ട് എഴുതും. സോ അതാണ് ഗ്രൂപ്പ് കോൺഫറൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇയറിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ കൺകറന്റ് ഫീൽഡ് വിസിറ്റ്, ബ്ലോക്ക് പ്ലേസ്മെന്റ്, ഓറിയന്റേഷൻ വിസിറ്റ്, അതേപോലെ തന്നെ 5 IC, 5 ഇൻഡിവിജ്വൽ കോൺഫറൻസ്, അതുപോലെ 5 GC, 5 ഗ്രൂപ്പ് കോൺഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ അസൈൻമെന്റ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് ആണുള്ളത് അല്ലെ. സോ ആ 5 സബ്ജക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. സോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഇഗ്നോ ലോഞ്ച് ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അസൈൻമെന്റ് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് അതിനുള്ള സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ലേൺ വൈസ് ആപ്പിലൂടെ, അസൈൻമെന്റ് ഗൈഡ് ബുക്കിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ അസൈൻമെന്റ് എഴുതാതെ നിങ്ങൾക്ക് ആ ഒരു ഇയറിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന 5 സബ്ജക്റ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ ആ 5 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ജൂലൈ ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2025 മാർച്ച് 30th ആയിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ചില സ്റ്റഡി സെന്റർ അനുസരിച്ച് ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ അസൈൻമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജൂലൈയിൽ വരുന്ന നിങ്ങളുടെ എക്സാമിനേഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, എഴുതാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ഇനി നിങ്ങളുടെ ടേമിന്റെ എക്സാമിനേഷനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി 2 സമയങ്ങളിലായിട്ടാണ് നിങ്ങൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, ജൂൺ ആൻഡ് ഡിസംബർ. സോ നിങ്ങൾ ജൂലൈ ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2025 ജൂണിലായിരിക്കും നിങ്ങളുടെ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്.
ആൻഡ് നിങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഇവാലുവേഷൻ എടുക്കുമ്പോഴത്തേക്കും അവിടെ അസൈൻമെന്റ്സിന് 30% ആണ് വരുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ എഴുതുന്ന എക്സാമിന്റെ 70% ആണ് ടോട്ടൽ ഇവാലുവേഷനിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം അസൈൻമെന്റ് 100 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 35-40 മാർക്ക് വേണം. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് എക്സാം അതായത് നിങ്ങൾ റിട്ടേൺ എക്സാം എഴുതുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് 100-ൽ 40 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. ഇനി സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിലേക്ക് വരുമ്പോഴത്തേക്കും 100-ൽ നിങ്ങൾ ഇതേപോലെ തന്നെ 40 മാർക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവാലുവേഷനിൽ മെയിൻ ആയിട്ടും വരുന്നത്. ഇനിയും നമുക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. നിങ്ങൾക്ക് ആപ്പിൽ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ് ഗൈഡ് ബുക്കും കാര്യങ്ങളും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ട് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. അതേപോലെ തന്നെ ആ ഓരോ ക്ലാസ്സസ് ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് റിവിഷൻസ് കാര്യങ്ങളും വെക്കുന്നുണ്ട്. ഇനി എക്സാമിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം സ്പെഷ്യൽ സെഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എക്സാം പീഡിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ ഈ പറയുന്ന ഇയറിൽ ഈ കഴിഞ്ഞ ജാനുവരി തൊട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് മോഡൽ എക്സാം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മോഡൽ എക്സാമും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ മാം മാം ഹലോ ചോദിച്ചോളൂ. മാം, ഈ ഓറിയന്റേഷൻ വിസിറ്റ് ഇല്ലേ, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണ ഓർഫനേജും അതെല്ലാം? അതായത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇനിയിപ്പോ അങ്ങനെ ഒരു തരത്തിലും ഒരു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഏജൻസികളോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സൂപ്പർവൈസറിന്റെ ഹെൽപ്പ് ചോദിക്കാം. അത് എല്ലാത്തിലും അങ്ങനെയാണ്. ഇപ്പോ നമ്മൾ കൺകറന്റ് എടുത്താലും ബ്ലോക്ക് പ്ലേസ്മെന്റ് എടുത്താലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാം, അവിടെ പോയി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം. പക്ഷെ ഇനിയിപ്പം ഒരു തരത്തിലും ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺകറന്റ് ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ആ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ബ്ലോക്ക് പ്ലേസ്മെന്റ് എന്ത് ചെയ്യാൻ പാടില്ല. എല്ലാം ചെയ്യുന്ന ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കണം. മാം, നമ്മള് എക്സാമിന് എങ്ങനെയാ സ്കോർ ചെയ്യേണ്ടത്? ഇപ്പം പേപ്പറിൽ 50% എന്നല്ലാതെ സ്കോർ ആയിട്ട് നമുക്ക് എത്ര ഏകദേശം? 40 മാർക്കാണ്. 100-ൽ 40 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. ഹായ് മാം, കേൾക്കാവോ? കേൾക്കാം. ഇപ്പൊ നമ്മൾ അസൈൻമെന്റ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, സോ ലൈക്ക് നമുക്കിപ്പോ ഓൺലൈനിൽ വരുന്നല്ലേ പറഞ്ഞത്, മത്ലബ് സൈറ്റിൽ വരുമ്പോഴല്ലേ നമുക്ക് അസൈൻമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതെ, സൈറ്റിൽ അവർ ക്വസ്റ്റ്യൻസ് പബ്ലിഷ് ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ലേൺ വൈസ് ആപ്പിൽ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്ന ഫീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിലെ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാൻ വേണ്ടി പറ്റും. സോ ലൈക്ക് അതല്ല അവര് ഇതില് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് എങ്ങനെയാ കിട്ടുക? അത് നമ്മൾ പറയും. ഓക്കെ. നമ്മൾ എന്ത് അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതാണ്. മാം, അടുത്ത ജൂണിലല്ല ഞങ്ങളുടെ എക്സാം വന്നത്. അപ്പൊ അസൈൻമെന്റ് എപ്പോഴത്തേക്ക് മുമ്പായിട്ട് നമ്മൾ അവിടെ ഇത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം? മാർച്ച് 30 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും, പക്ഷെ നിങ്ങൾ അത് നോക്കിയിരിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം ക്വസ്റ്റ്യൻസ് കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻ ഗൈഡ് ബുക്ക് ആപ്പിലുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും വേഗം തന്നെ അസൈൻമെന്റ് എഴുതാൻ വേണ്ടി നോക്കുക. ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം കൂടെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. ഓക്കെ മാം, ഒരു സബ്ജക്റ്റിന് എത്ര അസൈൻമെന്റ് ഉണ്ടാവും? ഒരെണ്ണം മാത്രമാണോ? ഒരു അസൈൻമെന്റിന് ഒരു സബ്ജക്റ്റിന് ഒരു അസൈൻമെന്റ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും സുനീറ മാം അല്ലേ? ഈ അസൈൻമെന്റ് ചിലപ്പോ രണ്ട് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞ് കാണാം. അസൈൻമെന്റ് 1, അസൈൻമെന്റ് 2 എന്ന് പറഞ്ഞിട്ട്. അത് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചിലപ്പം ഒരു എസ്എ ക്വസ്റ്റിനും ചിലത് ഷോർട്ട് എസ്എ ക്വസ്റ്റിനും ആ രീതിയിലായിരിക്കും തന്നിട്ടുണ്ടാവുക. പക്ഷെ അസൈൻമെന്റ് 1, അസൈൻമെന്റ് 2 എന്ന് പറഞ്ഞിട്ട് 2ഓ 3ഓ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ അതിന്റെ വേർഡ് ലിമിറ്റും കാര്യങ്ങളുമാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ ലൈക്ക് ഞാൻ അഡ്മിഷൻ എടുത്തേക്കുന്നത് ലേൺ വൈസ് അവിടെ നിന്നുള്ള, ഐ മീൻ അവരാണ് ചെയ്തേക്കുന്നത്. സോ നമ്മള് മറ്റേ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തപ്പോഴത്തേനും നമ്മൾ ഇത് റീജിയണൽ മാത്രമല്ലേ കൊടുക്കത്തുള്ളൂ, സ്റ്റഡി സെന്റർ കൊടുക്കത്തില്ലല്ലോ. സോ ലൈക്ക് അത് നമുക്ക് എങ്ങനെ ഇതാക്കാൻ പറ്റുക? അത് നമ്മളെ റീജിയണൽ സെന്ററിന്റെ അണ്ടറിൽ ഉള്ള സ്റ്റഡി സെന്റേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് തരും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും
നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റഡി സെന്റർ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. അതായത് ചില അപ്പോൾ നമുക്ക് സ്റ്റഡി സെന്ററിൽ നമ്മുടെ സബ്ജക്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ സബ്ജക്റ്റ് ഉള്ള സെന്റേഴ്സിന്റെ ഒരു അവർ തരും, ലിസ്റ്റ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ചെയ്യാമെന്നാണ്. പക്ഷെ എനിക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തപ്പോഴും അതൊന്നും എനിക്ക് തൃശ്ശൂർ കണ്ടില്ല. കൊച്ചി ആയിരുന്നു ആ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇല്ല, അവിടെ ഇല്ല. ആക്ച്വലി തൃശ്ശൂരുള്ളവർക്കൊക്കെ സ്റ്റഡി സെന്റർ വരാറുള്ളത് കലൂര് തന്നെയാണ്, കൊച്ചി തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ടാണ്. അപ്പൊ കേരളവർമ്മയിൽ അപ്പൊ എന്താ ഉള്ളതെന്ന് പറഞ്ഞത്? കേരളവർമ്മയില് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അവിടെ നിങ്ങളുടെ അത് ഉണ്ടാവില്ല, സോഷ്യൽ വർക്കിന്റെ ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ് മോസ്റ്റ്ലി ടീപ്പോളിൽ കേരളവർമ്മയാണ് വരുന്നുണ്ട്. ആണോ? സോറി, ആ എക്സാം സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അവിടെ എക്സാം സെന്റർ ഉണ്ടാവും. പക്ഷെ സ്റ്റഡി സെന്റർ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എക്സാം സെന്റർ വേറെ ആയിട്ടും സ്റ്റഡി സെന്റർ വേറെ ആയിട്ടും അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. എക്സാം സെന്റർ നമുക്ക് ഏതും എടുക്കാം. എക്സാം സെന്റർ നമ്മൾ എക്സാമിന്റെ രജിസ്ട്രേഷന്റെ ടൈമിലാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ജൂണിൽ എക്സാം ഉണ്ടെങ്കിൽ ഏകദേശം ഏപ്രിൽ ആവുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ മാർച്ച് പകുതി മുതലാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് നമുക്ക് വേൾഡ് വൈഡ് എവിടെയും സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എക്സാം എഴുതാം. ഇഗ്നുവിന്റെ എക്സാം സെന്ററുള്ള എവിടെയും നമുക്ക് ചൂസ് ചെയ്യാം. അത് നമ്മുടെ സ്റ്റഡി സെന്ററിന്റെയോ അല്ലെങ്കിൽ റീജിയണൽ സെന്ററിന്റെയോ അണ്ടറിലായിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം നമുക്ക് എക്സാം വരുമ്പോ ഒരു ടൈം ഉണ്ടാവില്ലേ? ഇതിപ്പം ഇയർലി എക്സാം ആവുമ്പോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? 3 hours ആണ് നിങ്ങൾ ടൈം വരുന്നത്. ഹലോ, 3 കേൾക്കുന്നുണ്ടോ മാം? മണിക്കൂറാട്ടോ, 3 മണിക്കൂറാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ? നമുക്ക് സാധാരണ ഉള്ള ആ ഒരു ലെവൽ തന്നെ ആയിരിക്കോ എണ്ണമൊക്കെ? നമ്മളിപ്പം എന്താ പറയാ, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു പഠിച്ചത്. അപ്പൊ നമുക്ക് വരുന്ന ഒരു എക്സാം പാറ്റേൺ എന്ന് വെച്ചാൽ 2 essay അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതേ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കും എക്സാംസ് വരുന്നത്? ഏകദേശം ആ രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷോർട്ട് എസ് എ ഉണ്ടാവും, ഷോർട്ട് ആൻസറും ഉണ്ടാവും. ആ രീതിയിലാണ് ഉണ്ടാവും. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പില് എക്സാം പീഡിയ എന്ന് പറഞ്ഞ ഒരു കണ്ടിട്ടില്ലേ, ഒരു പോർഷൻ, അതിൽ നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ചെയ്യാറുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരാറുണ്ട്. പിന്നെ മോഡൽ എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഓക്കെ നമ്മുടെ മാം, ഇഗ്നുയുടെ താങ്ക് യു. സൈറ്റിൽ പോയി നോക്കിയാലും മതി. ഇഗ്നുയുടെ സൈറ്റിൽ തന്നെ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഒരു അതിനു വേണ്ടി തന്നെ ഒരു ഭാഗമുണ്ട്. അതിൽ നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കുറെ വർഷത്തെ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ തുടക്കമല്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്ലേ നിങ്ങൾ ഒന്നും കൂടെ എക്സാമിലേക്കൊക്കെ വരുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, സോ നിങ്ങൾക്ക് ഓരോ സെഷൻ ഇത് കഴിയുമ്പോൾ നമ്മൾ ആക്ഷൻ ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. സോ ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ MSW ബാച്ചിന്റെ ക്ലാസ് ടീച്ചർ ആണ് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളോട് ആസ് എ ടീച്ചർ ചോദിക്കുകയാണ്, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് തരാവും ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗുഡ് പ്ലാൻ തരാവും ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇയർ സബ്ജക്ട് വെച്ചിട്ട് ഒരു ഗുഡ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ഗുഡ് പ്ലാൻ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിൽ ഈ പറയുന്ന ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള MSWന്റെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകളെല്ലാം മെൻഷൻ ചെയ്യണം. അതേപോലെ ഓരോ സബ്ജക്ട് എടുക്കുമ്പോൾ അതിന് എത്ര ടൈം വെച്ച് അലോട്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ കൊടുക്കുക. നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഇതാണ് ടാസ്ക്. എല്ലാവർക്കും മനസ്സിലായോ? യെസ് മാം. ഓക്കെ, അപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്ത് തരാം. ഓക്കെ.